യാത്രയെക്കുറിച്ചാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യണം. യാത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. യാത്ര ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കണം. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ. ആ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ണോടിച്ചു നോക്കിയാൽ ആ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം, ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളും ഗുണപാഠങ്ങളും. അള്ളാഹു നിങ്ങളുടെ മുൻഗാമികൾക്ക് കൊടുത്ത ശിക്ഷകളെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ തട്ടുകളെക്കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, ഹൗദുൽ കൗസറിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പലമായ ചരിത്രങ്ങളും പാഠങ്ങളും പഠിപ്പിച്ചു തരുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ ഒരു മനോഹരമായ ചരിത്രം കാണാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ഒരു ചരിത്രം കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനെ അബദ്ധത്തിൽ ഒരു മനുഷ്യനെ തല്ലുകയാണ്. ബനു ഇസ്രായേൽ പെട്ട ഒരു മനുഷ്യനെ വളരെ ക്രൂരമായ രീതിയിൽ അവിടുന്ന് പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരു മനുഷ്യനെ യഥാ അവിടുന്ന് തല്ലുകയാണ്. ആ തല്ലുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി. അവസാനം മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസിന്റെ 22 മുതലുള്ള 28 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാം അതാ മദീന എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. മൂസാ നബി നാട് വിട്ടുപോയ ചരിത്രമുണ്ടല്ലോ. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ജീവിച്ചിരുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവസാനം ഈജിപ്തിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് നാട് വിട്ടുപോയ ഒരു ചരിത്രം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞു തരുന്ന ചില ഗുണപാഠങ്ങളുമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം വലിയ കോപമുള്ള, പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. വല്ലാത്ത ആരോഗ്യവുമാണ് മൂസാ നബിക്ക്. നിങ്ങളുടെ മൂസാ നബിയുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്. സാക്ഷാൽ അസ്റായിലിന്റെ കണ്ണുവരെ അടിച്ചു പൊട്ടിച്ച പ്രവാചകനാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? ആരുടെ കണ്ണടിച്ചു പൊട്ടിച്ചു? സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് കാണാം, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അസ്റായിൽ അലൈഹിസ്സലാമിന്റെ കണ്ണുവരെ തല്ലിപ്പൊട്ടിച്ചിട്ട് അസ്റായിൽ അള്ളാഹിന്റെ അടുക്ക പോയി പരാതി പറഞ്ഞ ചരിത്രം നമുക്ക് ഹദീസിൽ കാണാം. അപ്പൊ പ്രവാചകന്മാരിൽ പെട്ടെന്ന് കോപം വരുന്ന ആളാ. എന്താ ആരോഗ്യം? ഒരടിക്ക് ഒരാൾ മരിച്ചു പോണെങ്കിൽ ആ ആരോഗ്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അള്ളാഹു നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂസാ നബി അലൈഹിസ്സലാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരാള് ജനത വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മൂസാ, ഫിർഔനിന്റെ കിങ്കിരന്മാർ, ഫിർഔനിന്റെ അനുയായികൾ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളാൻ. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാടുവിടുകയാണ്. മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിടുകയാ. ആ നാടുവിടുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന പാഠമെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വലമ്മാ തവജ്ജഹ തിൽഖാഅ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന സ്ഥലത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നപ്പോ ആ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാ അസ്സബീൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പടച്ച റബ്ബേ എന്റെ രക്ഷിതാവായ അല്ലാഹ് ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നാട് കടക്കുമ്പോ അവിടുന്ന് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു അല്ലാഹ് ശരിയായ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് യാത്ര തിരിച്ചത് മദീന എന്ന് പറയുന്ന നാട്ടിലേക്കാണ് അവിടുന്ന് യാത്ര തിരിച്ചത്. അവിടുന്ന് ആ യാത്ര തുടങ്ങുന്ന സമയത്ത് അഭയാർത്ഥിയായി സ്വന്തം നാട്ടിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാ നാടിനെ കുറിച്ചറിയില്ല, നാട്ടുകാരെ കുറിച്ചറിയില്ല, ആ നാടുമായിട്ടൊരു ബന്ധവുമില്ല. തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന നാട്ടിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് യാത്ര തിരിക്കുമ്പോ അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിനോട് പറയുന്ന പടച്ച റബ്ബേ എനിക്ക് നേരായ മാർഗം കാണിച്ചു തരണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ യാത്ര തുടങ്ങുന്നത്. അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ടാണ് അവിടുന്ന് യാത്ര തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? അതാ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്തെന്നറിയുമോ? ഏതൊരു കാര്യത്തിന് വേണ്ടി ഉറങ്ങി പുറപ്പെടുമ്പോഴും ഏതൊരു വിഷയത്തിന് വേണ്ടി നീ ഇറങ്ങുന്ന സമയത്ത് നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്താ? നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല. നീ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. പടച്ച റബ്ബാണ് നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. ആ ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് നീ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്ത് സഹായം ചോദിച്ചിട്ട് വേണം പോകേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ.